എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് എന്നുള്ളത് നോക്കാം. അതുപോലെ എന്ത് മാറ്റങ്ങൾ വരുന്നു, യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങളെ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ ഇതിലെ പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ കറണ്ട് എനർജി എന്താണെന്നാണ് നോക്കുന്നത്. Eight of Pentacles, King of Wands, Queen of Pentacles, King of Swords, the Empress, the Moon, Five of Pentacles, Seven of Wands, and Knight of Wands. ഇവിടെ അവരുടെ കറണ്ട് എനർജി നോക്കുമ്പോൾ അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. അവരുടെ കരിയറിലായിക്കോട്ടെ, അതല്ല അവരുടെ ജീവിതത്തിൽ അവർ കാര്യങ്ങളെയൊക്കെ ഒന്ന് ശരിയാക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് കൊണ്ടുവരാനായി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു എനർജിയാണ്. പക്ഷേ അവരെ അവിടെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു സപ്രസീവ് എനർജി കൊടുക്കുന്ന, ഇപ്പം അവർക്ക് അങ്ങനെ, അതായത് അവരെ തന്നെ ഒന്ന് സപ്രസ് ചെയ്തു എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അത് ഫെമിനൈൻ എനർജിയും ആകാം, മസ്കുലൈൻ എനർജിയും ആകാം. കാരണം അവരൊരു കോൺഫ്ലിക്റ്റിലൂടെ പോകുന്നതായിട്ടാണ് ഇവിടെ ഒരു മെസ്സേജ് വരുന്നത്. എത്രത്തോളം അവർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും അവരുടെ മുകളിൽ ഒരു കൺട്രോളിങ് നേച്ചറാണ്. കാരണം ഇവിടെ രണ്ട് കിങ് ഓഫ് സോർഡ്സും കിങ് ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് രണ്ട് കിങ്സ് ഒന്നിച്ച് വരുമ്പോൾ നമുക്ക് പറയാം അവരുടെ ലൈഫിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, അതാ ചിലപ്പോൾ അവരുടെ ബോസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ഒരിടത്തുള്ള ആളുകളായിരിക്കാം, അവരുടെ ഫാമിലിയിൽ തന്നെ ഇവരെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള വ്യക്തികളായിരിക്കാം. അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ ഒരു ഇടപെടൽ അവരുടെ ജീവിതത്തിൽ വളരെയധികം സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ എംപ്രസും ക്യൂൻ ഓഫ് പെൻഡക്കിൾസും കാണുന്നുണ്ട്. ഇവിടെ ഒരു മദർ ഫിഗർ, ഈ ഒരു പേഴ്സൻ്റെ മദർ ഫിഗർ എന്ന് പറയുമ്പോൾ ഈ പേഴ്സൻ്റെ അമ്മയാകുക, അതല്ല എന്നുണ്ടെങ്കിൽ പേഴ്സൻ്റെ ലൈഫിലുള്ള ഒരു മദർ ഫിഗർ, ലൈക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ അമ്മ എന്നുള്ള രീതിയിൽ നമുക്കതിനെ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ ഇടപെടലും കാണുന്നുണ്ട്. ഇപ്പം ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവരെ തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ടൊക്കെ ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരു ഫീലാണ് ഇപ്പോൾ കാണുന്നത്. നല്ലതുപോലെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി. പക്ഷേ ഈ ഒരു കൺട്രോളിങ് ആയിട്ടുള്ള പേഴ്സൺസ്, കുറച്ച് കൺട്രോളിങ് ആയിട്ടുള്ള വ്യക്തികളുടെ ഒരു സാന്നിധ്യം കാരണം അവരുടെ ലൈഫിൽ അവർ ഒരു ഇല്യൂഷൻ, നമ്മൾ പറയുന്ന പോലെ ഒരു ഡിലേമയിലേക്ക് പോകുന്ന, എന്താണ് റിയാലിറ്റി എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നില്ല. ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. കാരണം ഇപ്പോൾ സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന രീതിയിലല്ല ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. കാരണം ഈ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ കൂടുതലും തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ വ്യക്തികളെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ആളുകളായിട്ടാണ്. ഇവിടെ ഫെമിനൈൻ എനർജി മസ്കുലൈൻ എനർജി ഒരുപോലെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള സിറ്റുവേഷൻ ഏതാണോ അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കംഫർട്ട് സോൺ, അത് അവരുടെ ഒരു കംഫർട്ട് സോൺ ആയിട്ടാണ് ഇവിടെ വരുന്നതും. കാരണം അവർക്കതിന് ബ്രേക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അവർ അടുത്ത മൊമെൻറ്റിൽ അവർ വിചാരിക്കും, ഞാനിപ്പോൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരോട് ഞാൻ എങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ ഇവരെ പറയില്ലേ 3D ഓറിയൻറ്റഡ് ആയിട്ട് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളായിട്ടാണ് ഈ ഒരു പേഴ്സണെ കാണുന്നത്. അപ്പം അവർക്ക് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എങ്ങനെ എടുക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ അവർക്ക് വളരെയധികം ഒരു
ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ആ ഒരു നിൽക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ മുന്നോട്ടേക്ക് പോകണമെന്ന് അറിഞ്ഞിട്ടും ആ ഒരു സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്കായി കിടക്കേണ്ടി വന്നിരിക്കുന്നതും. ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അവർക്ക് അറിയാം അവരിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ അവർക്ക് ശരിയല്ല എന്നുള്ളത്. അവിടെ നിന്ന് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു വലിയ സന്തോഷം അവരുടെ മുമ്പിലുണ്ട് എന്നൊക്കെ അവർക്ക് അറിയാമെങ്കിലും അവരതിലേക്ക് നോക്കുന്നില്ല. അതിൻ്റെ കാരണം കമ്മിറ്റ്മെൻറ്റ്സ് എന്നുള്ളതാണ്. അത് അവർക്ക് വളരെ കമ്മിറ്റ്മെൻ്റ് ഉള്ള, അല്ലെങ്കിൽ വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകളെയാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ കാണുന്നത്. അത് ആരുമാകാം, ഒരു വ്യക്തി തന്നെ ആയിട്ടാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കൂടുതലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വ്യക്തിക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയും. ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ മാറ്റിവെച്ച് മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കേണ്ടി വരുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി ഇരിക്കുന്നത്. ആൾ വളരെയധികം ഒരു ഡിപ്രഷൻ മോഡിൽ, നമ്മൾ മൂൺ കാർഡ് വരുമ്പോൾ അങ്ങനെയാണ് പറയുക, എന്തൊക്കെയോ കാണുന്നുണ്ട് എന്നാൽ അതൊന്നും റിയൽ അല്ല, അത് ആൾക്ക് അറിയാം. പക്ഷെ അതിനെ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയിലേക്ക് കൊണ്ടുവരാനോ അതിനകത്തുള്ള സത്യങ്ങളെ മനസ്സിലാക്കാനോ ഒന്നും ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല. അതിൻ്റെ കാരണം ഈ ഒരു വ്യക്തി കരുതുന്നത് ആ വ്യക്തിയുടെ കൂടെയുള്ള ഇപ്പോഴുള്ള ആളുകൾ അദ്ദേഹത്തിന് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നതാണ്. പക്ഷെ അവിടെയല്ല. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ സോളിനെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ത് കാര്യത്തിലും ഇവരുടെ ഒരു ഒപ്പീനിയൻ, മറ്റു വ്യക്തികളുടെ ഒപ്പീനിയൻ എടുക്കേണ്ടി വരുമ്പോൾ ആ ഒരു പേഴ്സൻ്റെ എനർജി അവിടെ ഒരു ലോ വൈബ്രേഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാനുള്ള ഒരു ഇതിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു കറണ്ട് എനർജി എടുക്കുമ്പോൾ വരുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് അതാണ് നോക്കുന്നത്. Three of Swords, the Tower, Two of Cups, Knight of Swords, Page of Cups, Nine of Wands, Seven of Pentacles, Ten of Pentacles, King of Cups, Six of Cups, Knight of Cups, Eight of Pentacles, Five of Pentacles, the Magician, Page of Pentacles, Three of Wands, the Star, Four of Wands. ഇവിടെ നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് നോക്കുമ്പോൾ അവരൊരു ഹാർട്ട് ബ്രേക്കിലാണ്. അതായത് അവർക്ക് അറിയാം അവരുടെ ഹൃദയം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത്. നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷനായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റിലാകാനാണ് കൂടുതലും സാധ്യത. കുറച്ച് മാസങ്ങളായിട്ടോ വർഷങ്ങളായിട്ടോ ഒക്കെ യാതൊരു വിധത്തിലും അവിടെ നിന്നൊരു റെസ്പോൺസ് ഉണ്ടായിരിക്കില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് വന്നിട്ട് ജസ്റ്റ് ഇവിടെ ഉണ്ട് എന്നൊന്ന് ഇൻഫോം ചെയ്തിട്ട് പോകുന്ന എനർജി ആയിട്ടും കാണാം. അപ്പം കാരണം ആളൊരു ട്രാവലാണ് കാണുന്നത്, ആളൊരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആൾക്ക് ഇപ്പം ആളുടെ ഹാർട്ട് ബ്രേക്ക്, ആൾക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരു സമയമാണ്. ഒരു ഹാർട്ട് സംബന്ധമായ അല്ലെങ്കിൽ ഹാർട്ട് ചക്ര റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഈ ഒരു വ്യക്തിക്ക് കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അത് ഒരു എന്താ പറയുക, അതൊരു വലിയ ഇഷ്യൂ ആയിട്ടല്ല, വളരെ ചെറിയ രീതിയിലുള്ള നിങ്ങളെ മിസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഫീലിങ്സ്, അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആള് തിരിച്ച് തീർച്ചയായിട്ടും ഇതൊന്ന് വീണ്ടും ഒന്ന് റീകണക്ട് ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അവർക്ക്
ഒരു കമ്മിറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തൊക്കെയോ റെസ്പോൺസിബിലിറ്റിയിൽ പെട്ടുപോയ, ഇവിടെ ഫാമിലി കാർഡ് കാണുന്നുണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസിൽ ഒരു ഫാമിലി ആയിട്ടാണ് കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അവർ ഒരു ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജി കൺട്രോൾ ചെയ്യുന്ന ഒരു നേച്ചറിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത്. ഇവിടെ അത് തന്നെയാണ് വന്നിരിക്കുന്നത്. കൂടുതൽ ഇതൊരു ഫാമിലി എനർജിയാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് വ്യക്തികൾ, അവരാണ് അവരെ അവിടെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ കാണുന്നത്. പക്ഷെ നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരു 2 ഓഫ് കപ്സ് ആണ്. ഇവിടെ ഒത്തിരി കപ്സ് കാർഡുകളായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെയധികം ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം, ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ എന്ന് പറയാം. അതേപോലെ തന്നെ ഒരു ഫിസിക്കൽ കണക്ഷനും അട്രാക്ഷനും ഒക്കെ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ അടുത്ത് വരണം, സംസാരിക്കണം, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, നിങ്ങളുമായിട്ട് യാത്രകൾ പോകണം, നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഉണ്ടാവണം എന്നൊക്കെ വളരെയധികം ആ ഒരു പേഴ്സൺ ഇപ്പം നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. എന്ത് കാര്യത്തിൽ, ഏതിൽ തീരുമാനം എടുക്കണം, ഏത് തള്ളണം, ഏത് കൊള്ളണം എന്നറിയാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു എനർജിയിലാണ് കാണുന്നത്. അവർ നിൽക്കുന്ന സിറ്റുവേഷൻ എന്തും ആയിക്കോട്ടെ, എത്ര ദൂരത്തായിക്കോട്ടെ, എത്ര ലോങ് ഡിസ്റ്റൻസിലായിക്കോട്ടെ, അവരുടെ കൂടെ വേറെ ആരുണ്ടായിക്കോട്ടെ, അവർ നോക്കുന്നത് നിങ്ങളിലേക്കാണ്. അവർ ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് അവിടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു എനർജിയാണ്. അതേപോലെയാണ് ഇവിടെ 3 ഓഫ് വാൻഡ്സും. നിങ്ങൾ എവിടെയാണെന്ന് നോക്കി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ യാത്ര തുടങ്ങുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാരേജ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ഒരു സക്സസ്സിലേക്ക് എത്തണം എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. ഇവിടെ 11 എന്നുള്ള ഒരു കാർഡും കൂടെയാണ് ഈ 4 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ അത് വളരെയധികം ഒരു സ്പിരിച്വൽ ജേണിയിലുള്ളവർക്ക് കൂടുതൽ കണക്റ്റ് ആകുമായിരിക്കും. അവർ കൂടുതലായിട്ട് 11 ഒക്കെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കംബാക്കാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ക്ലെയിം ചെയ്യുക. നിങ്ങൾ ഒന്ന് നോക്കുക ഈ ഒരു നമ്പർ കൂടുതലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നിങ്ങൾക്കതൊരു യൂണിവേഴ്സിൽ നിന്ന് വരുന്നൊരു സൈനാണത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ പോകുന്നു എന്നുള്ളത്. അപ്പം ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ആൾ വളരെ ജെനുവിനായിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. ആളുടെ സിറ്റുവേഷൻ കാരണം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു എനർജിയാണ്. അത് ആളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഈ ഒരു റീഡിങ്ങിൽ കാണുന്നുണ്ട്. കാരണം കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അത്രയും ഒരു ബേസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രത്തോളം ഇൻറ്റൻസ് ആയിട്ടുള്ള കണക്ഷനാണ് ആ ഒരു വ്യക്തിക്കുള്ളത്. ഒരിക്കലും ഒരു നമ്മൾ പറയില്ലേ കുട്ടിക്കളി പോലെ ഉള്ള ഒരു ഇമോഷൻ അല്ല ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ളത്. അത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ ആയിട്ടാണ് കാണുന്നതും. അപ്പോൾ എല്ലാത്തിനും ഒരു മാറ്റം വരണം. ഈ ഒരു നിങ്ങൾക്കിടയിൽ നടക്കുന്ന ഈ ഒരു സെപ്പറേഷൻ ഫേസിന് കംപ്ലീറ്റ് എൻഡ് വന്നിട്ട് ടവർ കാർഡ് അങ്ങനെയാണ്. ഒരു കംപ്ലീറ്റ് ഡിസ്ട്രക്ഷനും അതിനുശേഷം ഒരു ബിഗിനിങ്ങും. അത് ഇപ്പം എന്തൊക്കെ സിറ്റുവേഷൻസ് ഇതിനിടയിൽ നടന്നാലും ഇതെല്ലാം ഒന്ന് മാറി ഒരു വീണ്ടും നല്ല പോലെ ഒന്ന് ലൈഫ് ബിഗിൻ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ മജീഷ്യൻ കാർഡ് ഇവിടെ ഇങ്ങനെ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ആള് വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ അവിടെ ഇരുന്നിട്ട് നിങ്ങളെ കാണണം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ ഓർത്ത് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളെ തിരിച്ചു നേടണം എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പം അവർക്കിപ്പോഴും ഈ ഒരു, അതായത് ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു ഫീൽ അവർക്ക് അപ്പോഴും ഉണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് വിചാരിക്കുന്ന ആ മൊമെൻറ്റിൽ തന്നെ അവരെ ബാക്കിലേക്ക് വലിക്കുന്ന കുറേ റെസ്പോൺസിബിലിറ്റി, കുറേ ഉത്തരവാദിത്തങ്ങളാണ് അവർ ചെയ്തു തീർക്കേണ്ട കുറേ റെസ്പോൺസിബിലിറ്റി. ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസും 8 ഓഫ് പെൻറ്റക്കിൾസും 5 ഓഫ് പെൻറ്റക്കിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മൊമെൻറ്റിൽ, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷനിൽ മാറി മുന്നോട്ടേക്ക് വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ വീണ്ടും അതിലേക്ക് തന്നെ ഒന്നുകൂടി കണക്റ്റായി പോകുന്ന ഒരു എനർജി. അത് കാരണം അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഫാമിലി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഒരിക്കലും അതിൽ നിന്ന് വിട്ടു പോരാൻ കഴിയാതെ നിൽക്കുന്നത്. എന്നാൽ അവർക്ക് നിങ്ങളോട് സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ അങ്ങേയറ്റം സ്നേഹവുമാണ്. 2 ഓഫ് കപ്സ് ഒക്കെ അങ്ങനെ, അതായത് ഒരു ഇപ്പോഴുള്ള ഈ ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ, നിങ്ങൾക്ക് രണ്ടാൾക്കും ഇതൊരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ ആണ്.
നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപാട് പെയിൻ ഉണ്ടാവും. നിങ്ങളുടെ ഹാർട്ട് ചക്രയിലൊക്കെ ഈ ഒരു പേഴ്സണെ കുറിച്ച് ആലോചിക്കുമ്പോഴേ ഒരു വേദനയായിരിക്കും. അപ്പോൾ ആ സിറ്റുവേഷൻ എല്ലാം ഒന്ന് മാറി, നിങ്ങൾക്കിടയിൽ വന്ന ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് മാറി വീണ്ടും ഒരു 2 ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക്, അത് അത്രയും സ്നേഹമാണ് രണ്ടുപേര് തമ്മിൽ. അവർക്കിടയിൽ ഒരു ലവ് സിമ്പലും കാര്യങ്ങളെല്ലാം വന്ന് നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പം അത്രയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു എനർജി. അതുപോലെ ഇവിടെ 6 ഓഫ് പെന്റക്കിൾസ് നോക്കൂ. ഇത് നിങ്ങൾക്ക് ഒത്തിരി കാലങ്ങളായിട്ട് ഈ ഒരു പേഴ്സണെ അറിയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഒരുപാട് കാലങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പം അങ്ങനെയായിരിക്കാം ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് അറിയുന്നതും, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അവർക്ക് അവിടുന്ന് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം, ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്നേഹം വീണ്ടും തുടങ്ങണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്. ആൻഡ് ഓൾസോ അവർ പാസ്റ്റിനെ, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറക്കണം, കഴിഞ്ഞു പോയ നിങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം മറന്നു പോകണം, അല്ലെങ്കിൽ അതെല്ലാം ഒന്ന് ഹീൽ ചെയ്യണം, ആ പ്രശ്നങ്ങൾ ഇനി ഒരിക്കലും റിപ്പീറ്റ് ചെയ്യരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. ഇവിടെ സ്റ്റാർ കാർഡ് വന്നിരിക്കുന്നതും ഈ ഒരു പാസ്റ്റിനെ മറക്കുക, അല്ലെങ്കിൽ പാസ്റ്റിനെയും പ്രസന്റിനെയും ഹീൽ ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ്. അപ്പം അവരാഗ്രഹിക്കുന്നതും അതാണ്. എല്ലാ കാര്യങ്ങളും ഒന്ന് ശരിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊന്ന് പാസ്റ്റിലേക്ക് തിരിച്ചു പോയി അവരുടെ അടുത്ത് നിന്ന് വന്ന മിസ്റ്റേക്കുകൾ ഒന്ന് തിരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ അവർ ഇപ്പം വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരു ടൈം ട്രാവലൊക്കെ ചെയ്ത് ബാക്കിലേക്കൊക്കെ പോയി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് തിരുത്തി, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കി അതൊക്കെ ഒന്ന് ശരിയാക്കി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പം ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്പ്രെഡായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കും വളരെ അനുകൂലമായിട്ടാണ് ഈ ഒരു റീഡിങ് വന്നിരിക്കുന്നത്. അവരവിടെ നിന്ന് അത്രയും തീവ്രമായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായിട്ട് അറിയാം അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത്. അപ്പോൾ അവർ ആരുടെ കൂടെ ആയാലും അവരവിടെ ഹാപ്പി അല്ല, അവർക്ക് വേണ്ടത് നിങ്ങളെയാണ്. ഇതെല്ലാം അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതാണ് അവർ അത്രയും അവിടെ ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്ത് ഒരു പുതിയ തുടക്കവും പുതിയ ബിഗിനിങ്ങും ആഗ്രഹിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളെ കാണണം, ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. കാരണം അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നിങ്ങളാണ് അവരുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളാണ് അവരെ സ്നേഹിക്കുന്നത്, അവർ നിങ്ങളെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളത്. അത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷനാണ് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാകുന്നത്. നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ക്ലെയിം ചെയ്യുക. അതിനുള്ള പോസിറ്റീവായ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. ആകാശിക് റെക്കോർഡ് റീഡിങ്ങുകൾക്കും അതുപോലെ റെക്കി ഹീലിങ്ങുകൾക്കും ഒക്കെ ആയിട്ട് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരുപാട് ബ്ലെസ്സിങ്സ്. താങ്ക് യു.